ഹായ് ഗായ്സ്, ഞാൻ മമ്മ ഇൻ സ്ക്രബ്സ്. എല്ലാവർക്കും ജുമാ മുബാരക്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഫ്രൈഡേസ് ഒരുമിച്ച് ഡ്യൂട്ടി ഒന്നും ഇല്ലാണ്ട് വീട്ടിലിരിക്കുന്നത് നല്ല റെയറാണ്. അതുകൊണ്ട് അങ്ങനെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഒരിക്കലും വേസ്റ്റ് ആക്കാറില്ല. പറ്റുന്ന പോലെയൊക്കെ സമയം കണ്ടെത്തി നമ്മൾ ജുമാന് ഒരുമിച്ച് പോകാൻ ട്രൈ ചെയ്യാറുണ്ട്. അതും കറക്റ്റായിട്ട് ജുമാ കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ തന്നെ ബിരിയാണിയൊക്കെ കഴിക്കാൻ പറ്റുന്നത് അതൊക്കെ ഭയങ്കര റെയറാണ്. കാരണം ഒന്നെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലായിരിക്കും, ഹസ്ബൻഡ് ഓഫീസിലായിരിക്കും. അങ്ങനെ ഇതാണ് നമ്മുടെ പള്ളിയിൽ വിമൻസ് ഏരിയ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം ദുആ ഒക്കെ ചെയ്ത് നിസ്കരിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോവാം. ഇന്ന് വീട്ടിൽ പോകുന്നതിൽ ഒരു പ്രത്യേക സുഖമാണ്. കാരണം അവിടെ നമുക്ക് നല്ല ചൂട് പ്രോൺസ് ബിരിയാണി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് ആലോചിക്കുമ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നാണ്. അങ്ങനെ നടന്ന് എൻ്റെ ഹസ്ബൻഡ് അവിടെ റോട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ ഫ്രൈഡേസ് നമ്മൾ ജുമാ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ബിരിയാണി കഴിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് നമ്മൾ ശീലിച്ചതായിരിക്കും അല്ലേ, നമ്മുടെ ഉമ്മമാരുണ്ടാക്കുന്നത്. ആ ഒരു ഫീലിംഗ് ഇവിടെ UAE എനിക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ നല്ല ഗ്രേറ്റ്ഫുള്ളാണ്. എൻ്റെ ചേച്ചിയുടെ പ്രോൺസ് ബിരിയാണി സൂപ്പറാണ് കേട്ടോ. അങ്ങനെ കുറേ സാലഡും നല്ല പുഴുങ്ങിയ മുട്ടയും നല്ല മാങ്ങാച്ചാറൊക്കെ കൂട്ടി സൂപ്പർ ബിരിയാണി പിടിച്ചു. ഞാൻ പാസ്സായി. എൻ്റെ പഠിച്ചോനെ, എന്തുമാത്രം ടെൻഷനായിരുന്നു എന്നറിയോ. അൽഹംദുലില്ലാഹ് അങ്ങനെ അതും കഴിഞ്ഞ് കിട്ടി. ഇനിയിപ്പോൾ നേരെ RTA ടെസ്റ്റാണ്. നല്ല ഇൻസ്ട്രക്ടറായിരുന്നു. അൽഹംദുലില്ലാഹ് നല്ല സന്തോഷമുണ്ട്. ഇനിയിപ്പം RTA ബുക്ക് ചെയ്യണം. അത് കഴിഞ്ഞാൽ ഹൈവേ ക്ലാസ് ഉണ്ട്. ഹൈവേ ക്ലാസ് കഴിഞ്ഞാൽ ഫൈനൽ RTA. അങ്ങനെ അപ്പം നിങ്ങളെൻ്റെ ഷോർട്സ് കണ്ടിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എൻ്റെ ഇനിഷ്യൽ അസസ്മെൻറ്റ് പാർക്കിങ്ങിൻ്റെത് പാസ്സായി. അതിൻ്റെ ഒരു സെലിബ്രേഷനായിട്ട് നമ്മളൊരു മൂവിക്ക് പോകുമെന്ന് വിചാരിച്ചു. ഇത് വേറൊരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മൂവിക്കൊക്കെ പോയി. നല്ല അടിപൊളി മൂവിയായിരുന്നു. ഒരു ഇംഗ്ലീഷ് മൂവിക്കാണ് പോയത്. അവിടെ പിന്നെ അറിയാലോ, എനിക്ക് മധുരം കിട്ടുന്ന ഒരേ ഒരു ചാൻസാണ്. അതുകൊണ്ട് ഞാൻ ക്യാരമൽ പോപ്കോൺ ഒരിക്കലും മിസ് ചെയ്യില്ല. ഇനി നമുക്ക് എൻ്റെ ഒരു നെക്സ്റ്റ് ഡേ നോക്കാം. ഇത് വേറൊരു ഡേ ആണ്. നമുക്ക് 2 പേർക്കും ഓഫായിരുന്നു, എനിക്കും എൻ്റെ ഹസ്ബൻഡിനും. അപ്പോൾ പിന്നെ നമ്മൾ എണീക്കാൻ തന്നെ ലേറ്റ് ആകും അങ്ങനത്തെ ഡേയ്സ്. അപ്പോൾ നമ്മൾ നേരെ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. പോയത് കരാമയിലോട്ട്. നിങ്ങളെൻ്റെ ഷോർട്സ് കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി ചെക്ക് ചെയ്ത് നോക്കൂ. അങ്ങനെ കരാമയിലെ കള്ളി റോട്ടിലിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് നല്ല ഇറിറ്റേറ്റഡ് ആണ് കേട്ടോ. കാരണം ആൾക്ക് നല്ല വിശക്കുന്നുണ്ട്. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അങ്ങനെ നമ്മൾ പിന്നെ ആൾക്ക് ഓൾറെഡി അറിയാം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് പാരഗണിലാണ്. പാരഗണിൽ പോയാൽ പിന്നെ നല്ല ഒടുക്കത്തെ ക്യൂ ആണെന്ന് പറയാം. അങ്ങനെ നമ്മൾ പാരഗൺ എത്തി. അപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര 50-50 മൈൻഡിലാണ് നിൽക്കുന്നത്. പോകണോ വേണ്ടേ, നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാമെന്ന്. പക്ഷേ എനിക്കൊരു പൂതി കോഴിക്കോടത്തെ ബിരിയാണി കഴിക്കാൻ. ഒന്നല്ലെങ്കിൽ ഞാൻ കോഴിക്കോടാണല്ലോ പഠിച്ചത്. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻറ്റ് എപ്പോഴും ഉണ്ടാവുമല്ലോ. പിന്നെ പോരാത്തതിന് ഞാൻ ഈ ദുബായിലെ പാരഗൺ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എപ്പോഴും സൽക്കാരിലെ പോലെ. അങ്ങനെ നല്ല ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡും അതിനേക്കാട്ടിൽ ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന എൻ്റെ വാവയുടെയും കൂടെയാണ് നമ്മൾ ബിരിയാണിക്ക് വെയിറ്റ് ചെയ്യണത്. അങ്ങനെ ലഞ്ചൊക്കെ എത്തിയപ്പോഴേക്ക് 4 മണിയായിട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, 2 പേർക്കും ഇറിറ്റേറ്റഡ് ആവാനുള്ള റീസൺസ് ഉണ്ട്. അങ്ങനെ എൻ്റെ ഈ ബിരിയാണി ഞാൻ കണ്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കാരണം എൻ്റെ മോള് കറക്റ്റായിട്ട് ആ സമയത്ത് ഇപ്പോൾ കരച്ചിൽ തുടങ്ങി. എല്ലാ മദേഴ്സ് എല്ലാ പാരൻസിനും റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ ഈ സിറ്റുവേഷൻ അല്ലേ? എനിക്കറിയാം. എൻ്റെ പൊന്നെ എന്തൊരു കരച്ചിലായിരുന്നു. അവിടെ നിന്ന് ഓടിയിരുന്നു നമ്മൾ 2 പേരും. അപ്പോൾ ആ ഓട്ടമൊക്കെ കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ മൂഡ് പോയി. പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്യണമല്ലോ. അതുകൊണ്ട് നമ്മുടെ അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഐക്കിയാണ്. ഐക്കിയയിൽ പോയിട്ട് 2 സാധനം വാങ്ങാനുണ്ട്. ഒരു കബേർഡ് പ്ലാന്റ്സ് വെക്കാനും ഒരു കബേർഡ് വാവയുടെ ടോയ്സ് വെക്കാനും. എന്താണെന്നറിയില്ല, സാധാരണ ഐക്കിയയിൽ പോയാലും ഒരു 3-4 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്താലും നമുക്ക് വേണ്ട സാധനങ്ങൾ കിട്ടുകയുമില്ല. കുറേ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങുകയും ചെയ്യും. പക്ഷെ ഇന്നെന്താ അറിയില്ല, പോയപ്പോൾ തന്നെ കറക്റ്റ് നമുക്ക് 2 സാധനങ്ങളും ഫ്രണ്ടിൽ തന്നെ ഉണ്ടായി. അങ്ങനെ ഈ കണ്ട ബ്ലാക്ക് കബേർഡാണ് നമ്മൾ പ്ലാന്റ്സിന് വാങ്ങിയത്. കാരണം എനിക്ക് നമ്മുടെ സോഫേൻ്റെ കോർണറിൽ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു വേണ്ടിയിരുന്നത്.
അങ്ങനെ സാധനങ്ങൾ വാങ്ങാൻ കുറച്ച് വെറൈറ്റി ആണല്ലോ ഐക്യയിൽ പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ തന്നെ പോയിട്ട് അവരുടെ വെയർ ഹൗസിൽ പോയിട്ട് കളക്ട് ചെയ്യണം. അത് നമ്മുടെ ഫോൺ നോക്കിയിട്ട് ഈ പ്രോഡക്റ്റിനൊരു കോഡ് ഉണ്ടാവും. ആ കോഡ് നമ്മുടെ ഫോണിൽ ചെന്ന് ആ കോഡ് വെച്ചിട്ട് നമ്മൾ തന്നെ പോയിട്ടാണ് കളക്ട് ചെയ്യുക. 2 കബേർഡിൻ്റെ കോഡൊക്കെ കിട്ടി നമ്മൾ പോയി കളക്ട് ചെയ്ത് നേരെ ബില്ലിങ്ങിന് വേണ്ടി കൊണ്ടുപോവാണ്. ശരിക്കും പറഞ്ഞാൽ ദുബായിൽ മാത്രമാണ് നമ്മൾ ഇത്രയ്ക്ക് പാമ്പർ ചെയ്തും സ്പോയിൽ ചെയ്യുന്ന ഫെസിലിറ്റീസൊക്കെ ഉള്ളത്. നമ്മൾ വേറെ ഏത് രാജ്യത്ത് പോയാലും എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് എൻ്റെ ബേബീനെ കണ്ടിട്ട് കുറേ നാളായി, അപ്പോൾ അതുകൊണ്ട് അവളെ കാണാനും നമ്മളെ കാണാനൊക്കെ അവർ വന്നിട്ടുണ്ട് ഐക്യയിലെന്ന്. പിന്നെ അവൾക്കാണെങ്കിൽ വിശക്കുന്നുണ്ടായി. അപ്പം നമ്മൾ നേരെ ഐക്യയിലുള്ള ഫുഡ് കൗണ്ടറിൽ പോയി ഫുഡൊക്കെ ഓർഡർ ചെയ്തു, ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് നേരെ അവരുടെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. അവൾ പിന്നെ നമ്മളെപ്പോലെ തന്നെയാണ്, വിശന്നാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. കറക്റ്റ് എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും പോലെ തന്നെയാണ്. അങ്ങനെ അവൾക്കുള്ള ഫുഡൊക്കെ വാങ്ങി കുറേ ലൈഫ് അപ്ഡേറ്റ്സ് ഒക്കെ പറഞ്ഞ് കുറേ നേരം സംസാരിച്ച് നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി. ഇനി കാണിക്കാൻ പോകുന്നത് പിറ്റേ ദിവസമാണ്. കാരണം ഇന്ന് നമ്മൾ ജസ്റ്റ് പ്രോഡക്റ്റ്സ് കണ്ടതേ ഉള്ളൂ, പിറ്റേന്നാണ് നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പിറ്റേന്ന് നമ്മൾ പോയി പ്രോഡക്റ്റ്സൊക്കെ വെയർ ഹൗസിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് തിരിച്ച് പോകുന്ന വഴിക്ക് ഷവർമ കഴിച്ചു. ഐക്യയിൽ പോയാൽ പിന്നെ ഷവർമ മസ്റ്റാന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. കാരണം ഐക്യയിലെ ഷവർമ അത് സൂപ്പറാണ്. പക്ഷേ ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല, ആ ഒരു പണ്ടത്തെ ടേസ്റ്റ് കിട്ടിയില്ല. കുറച്ച് വിഷമമായിപ്പോയി. അങ്ങനെ നമ്മൾ ഷവർമയൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ പോയി. അപ്പം അത്രേ ഉള്ളൂ.